ചേട്ടാ, കണിമംഗലം ശാസ്താവ് എത്തുന്നതിനേക്കാളും മുമ്പ് സുരേഷ് ചേട്ടനെങ്കിൽ എത്തി. അല്ലല്ല, ഞാൻ ഭഗവാൻ അവിടുന്ന് ആനപ്പുറത്ത് ഏറുന്നത് കണ്ട് വണങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എവിടെയൊക്കെ പോയി രാവിലെ? ഇല്ല, അവിടെയും നെയ്തലക്കാവിലും മാത്രമേ പോയുള്ളൂ. കണിമംഗലത്തും പോയി, നെയ്തലക്കാവ് ആദ്യത്തുന്ന ആളുടെ അടുത്തും അവസാനത്തുന്ന ആളുടെ അടുത്തും പോയി. എങ്ങനെയുണ്ട് പൂരം ഇത്തവണ? ആദ്യവും അവസാനവും ഇല്ല. ആചാരത്തിൽ പ്രധാനപ്പെട്ട അംശങ്ങളുടെ അടുത്തെല്ലാം പോകണമെന്നാണ് ആഗ്രഹം. 9 ക്ഷേത്രങ്ങളിലും പോകണമെന്നാണ്. പക്ഷേ ഈ പരിപാടിയും കൂടെ ഇടയ്ക്ക് കയറുന്നതുകൊണ്ട് നമുക്ക് സമയം വൈകി. പിന്നെ തിരക്കാവുന്ന സമയത്ത് നമ്മൾ പോയി തിരക്കിനിടയ്ക്ക് കൂടുതൽ തിരക്കുണ്ടാക്കാൻ പാടില്ല. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? എങ്ങനെ പോകുന്നു? പ്രചാരണം വളരെ നന്നായി പോകുന്നു, വളരെ നന്നായി പോകുന്നു. ഒരു കാഴ്ചക്കാരനായുള്ള പൂരവും സ്ഥാനാർത്ഥിയായുള്ള പൂരവും ഒക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും? ഇല്ല, അതിലൊരു വ്യത്യാസമില്ല. ഇത് വേറെയാണ്. ഇത് പൂരം വേറെ വികാരമാണ്. രാഷ്ട്രീയവും ഇല്ല. ഇത് രാഷ്ട്രം, രാഷ്ട്രത്തെ, ജനതയുടെ സ്വത്ത്. അത് അവരനുഭവിക്കുന്നത് പോലെ ഞാനും അനുഭവിച്ച് ഇതിൻ്റെ സന്തോഷം നുകർന്നുകൊള്ളുക, അത്രയേ ഉള്ളൂ എൻ്റെ അവകാശം. പൂരപ്രേമികളോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, നല്ല സേഫായിട്ട്. പോലീസിൻ്റെ നിയമമല്ല നിങ്ങൾ അനുസരിക്കുന്നത്, കോടതിയുടെ നിയമമാണ്. കോടതി അത് വളരെ വളരെ സെൻസിബിളായിട്ട് യുക്തിപൂർവം നിശ്ചയിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് പരമാവധി നമ്മുടെ കണ്ണിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും കാതിൻ്റെയും ഒന്നും സൗഖ്യം കുറയ്ക്കണ്ട. പക്ഷേ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് എല്ലാവരും ഓരോരുത്തരും അവരവരുടെ കാവൽക്കാരായി പോലീസിനും നിയമ സംവിധാനത്തിനും ഒന്നും കൂടുതൽ ആരോഗ്യപരമായ വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ സേഫായിട്ടുള്ള ഒരു പൂരം നമുക്ക് അടുത്ത വർഷം പൂരം നടക്കുമ്പോഴും ഇന്നത്തെ സന്തോഷത്തിൻ്റെ തട്ടിൽ കയറി നിന്ന് അടുത്ത പൂരം ആഘോഷിക്കാൻ സാധിക്കും. മേളത്തിനുണ്ടാവോ? ഇല്ല, അറിയാമല്ലോ. ഉണ്ടാവില്ല. അല്ല, ഞാൻ കാണും. ഞാൻ അവിടെ പെട്ടിയിലിരുന്ന് കണ്ടോളാം, പെട്ടിക്കകത്ത് കണ്ടോളാം. വളരെ നന്ദി.